നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ വരുത്തും. മഞ്ഞളാംകുഴി അലി MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും അങ്ങാടിപ്പുറം സന്ദർശിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി മേൽപ്പാലം വഴി ഞായറാഴ്ച മുതൽ ഗതാഗതം നിരോധിച്ചു. വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ. വാണിയംകുളം 1 വില്ലേജിലെ ഫസലാണ് പിടിയിലായത്. തണ്ടപ്പേർ സർട്ടിഫിക്കറ്റിനായി 500 രൂപ ചോദിച്ചു വാങ്ങി. പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ ഉള്ള ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശത്തെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. പ്രദേശത്തെ അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ശനിയാഴ്ചയും പ്രസിഡന്റിന് വിട്ടു നൽകിയില്ല. വാഹനത്തിന്റെ താക്കോൽ സൂക്ഷിച്ച ഉദ്യോഗസ്ഥൻ അവധിയിൽ. തിങ്കളാഴ്ച വാഹനം നൽകിയില്ലെങ്കിൽ പ്രതിഷേധമെന്ന പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്. ചെർപ്പശ്ശേരി കൃഷി ഓഫീസിൽ നടന്ന അഴിമതി. നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമെന്ന CPM ഏരിയ സെക്രട്ടറി. കർഷകരെ വഞ്ചിച്ച് റോഡിലിറങ്ങി നടക്കാമെന്ന കൃഷി ഓഫീസർ കരുതേണ്ടെന്നും ഏരിയ സെക്രട്ടറി. ഒറ്റപ്പാലം നഗരസഭാ ഭരണത്തിനെതിരെ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ്. ഭരണസമിതി സർവ്വമേഖലയിലും പരാജയമാണെന്നാരോപിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഉദ്ദേശിച്ച് പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ വരുത്തും. ഇതിന്റെ ഭാഗമായി മഞ്ഞളാംകുഴി അലി MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും അങ്ങാടിപ്പുറം സന്ദർശിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മലപ്പുറം ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. ഇതിന്റെ മുന്നോടിയായി മഞ്ഞളാംകുഴി അലി MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അങ്ങാടിപ്പുറം സന്ദർശിച്ച് പരിശോധന നടത്തി. പ്രധാന റോഡുകളിലേക്കുള്ള വാഹനങ്ങളുടെ ക്രോസിംഗ് ഇല്ലാതാക്കുന്നതാണ് പ്രധാന ക്രമീകരണം. ഇതിന്റെ ഭാഗമായി വൺ വേ സംവിധാനം കൊണ്ടുവരും. വളാഞ്ചേരി കോട്ടയ്ക്കൽ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ വാഹനങ്ങളും പരിയാപുരം റോഡിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും പ്രധാന റോഡിന്റെ ഇടതുഭാഗത്തു കൂടി പോയി റോഡിന്റെ വീതിയുള്ള ഭാഗത്ത് U-ടേൺ തിരിയണം. തിരുമാധാംകുന്ന് ക്ഷേത്രം റോഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്കുള്ള മുഴുവൻ വാഹനങ്ങളും മേൽപ്പാലത്തിന് താഴെയെത്തി U-ടേൺ തിരിയണം. മേൽപ്പാലത്തിന് സമീപത്ത് റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ഞായറാഴ്ച ആരംഭിക്കും. മേൽപ്പാലം വഴി ഞായറാഴ്ച മുതൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതോടെ പുതിയ ഗതാഗത പരിഷ്കരണവും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടൊരു പ്രശ്നം ഇവിടെയുള്ള ഈ പാലത്തിന് ശേഷമുള്ള തുണികളാണ്. തുണികൾ രൂപാന്തരപ്പെട്ട് കുറേ ദിവസമായി വല്ലാത്ത രീതിയിൽ മഴ പെയ്തു. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ മോശം, റോഡൊക്കെ വളരെ മോശമായിപ്പോയി. മാത്രമല്ല ഡ്രെയിനേജ് കംപ്ലീറ്റ് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടൈലിവിടെ വിരിക്കും, അതുപോലെ തന്നെ ഡ്രെയിനേജ് ക്ലിയർ ചെയ്യും. പാലത്തിൻ്റെ മുകളിലുള്ള പാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അമ്പലത്തിന് മുമ്പിലുള്ള പാച്ച് വർക്ക് ചെയ്യും. വലിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു കൃത്യമായിട്ടൊരു ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തോന്നിയ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമെന്നുള്ള രീതിയിലാണ്. വലിയ തിരക്കാണ്, അപ്പോൾ എങ്ങോട്ടും പോകാമെന്നുള്ള രീതിയിലാണ് വലിയ രീതിയിൽ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് നല്ലൊരു അവരെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. RTO ഉണ്ട്, DYSP ഉണ്ട്, അതുപോലെ തന്നെ പോലീസും മറ്റുള്ള എല്ലാ ആൾക്കാരോടും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്നാണ് അന്വേഷിക്കുന്നത്. ഒരു സംശയവും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതുകൊണ്ട് നമ്മളിവിടെ പാലം അടച്ചിടുകയാണല്ലോ. അപ്പോൾ എല്ലാവരും പറയണത് റീടാറിങ്ങിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നൊരു ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. കാരണം 2 വീലറുകൾ ഇപ്പോഴും നാട്ടുകീഴിലാണ്. ഫണ്ടിന് വേണ്ടി ഞങ്ങൾ വളരെ വല്ലാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ മങ്കട റോഡില്ലേ, നമ്മൾ തിരുവക്കാട് നിന്ന് മൈച്ചേരി പോകുന്നത് 10 പ്രാവശ്യമാണ് ഞാൻ മന്ത്രിക്ക് അതിൻ്റെ നിവേദനം കൊടുത്തിട്ടുള്ളത്. നിയമസഭയിൽ അത് സബ്മിഷനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 5 പൈസ തരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ 94 ലക്ഷത്തിന് വേണ്ടി കൊടുത്തത് അതുവരെ പണമില്ലാന്ന് പറഞ്ഞിട്ട് റിജക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ കിട്ടുന്ന ഫണ്ട് ഇതിപ്പോൾ NHന്റെ ഫണ്ടാണ്. NHന്റെ ഫണ്ട് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കിട്ടുന്ന സംഖ്യ അവരും വളരെ ചെറിയ സംഖ്യയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ പ്രയാസമുണ്ട്. എന്നിരുന്നാലും നമുക്കത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നതിനാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് അവിടെ RTO അതുപോലെ തന്നെ പോലീസും മറ്റുള്ള എഞ്ചിനീയേഴ്സും എല്ലാം കൂടി തീരുമാനിച്ച ഒരു സ്ഥിതിയുണ്ട്. അത് നമുക്ക് മുന്നിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള ഇതുണ്ടാവുമോ? എൻക്രോച്ച്മെൻറ്റ് ഞങ്ങൾ ഉറപ്പായിട്ടും അത് ഒഴിവാക്കി തന്നെ ചെയ്യും. എൻക്രോച്ച്മെൻറ്റിൻ്റെ ഒരു വലിയ രീതിയിൽ വല്ലാത്ത രീതിയിലില്ല. അങ്ങാടിപ്പുറത്ത് നമ്മൾ പല പ്രാവശ്യം നോക്കിയതാണ്. പക്ഷേ എൻക്രോച്ച്മെൻറ്റ് വല്ലാത്ത രീതിയിലില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള എൻക്രോച്ച്മെൻ്റ് ഉണ്ട്. അത് ഒഴിവാക്കത്തില്ല. പ്രധാനമായിട്ടും വലിയൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഈ കച്ചവടക്കാരും ഹോട്ടലുകാരും ഒക്കെ വേസ്റ്റ് നമ്മുടെ ഇതിലേക്ക് വല്ലാതെ തള്ളുന്നുണ്ടെന്നുള്ളത്.
ഡ്രെയിനേജിലേക്ക്. അപ്പോൾ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുകയാണ്, ഭയങ്കര ദുർഗന്ധമുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സൈദ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, ദേശീയപാത ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ MLAയോടൊപ്പം അങ്ങാടിപ്പുറത്തെത്തിയിരുന്നു. പുതിയ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ആവശ്യത്തിന് പോലീസ് വളണ്ടിയർമാരെയും വാർഡന്മാരെയും നിയോഗിക്കും. റോഡുകളിൽ അനധികൃത വാഹന പാർക്കിംഗ് കർശനമായി തടയും. റോഡിന് വശങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഫസ്റ്റ് വില്ലേജിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിൽ. ഫീൽഡ് അസിസ്റ്റന്റ് ഫസലാണ് പിടിയിലായത്. 500 രൂപയാണ് പിടികൂടിയത്. കോതുകുർശി സ്വദേശിയിൽ നിന്ന് തണ്ടപ്പേർ സർട്ടിഫിക്കറ്റിനായി 1000 രൂപയാണ് ഫസൽ ആവശ്യപ്പെട്ടത്. സ്ഥലം നോക്കാനെത്തിയ സമയത്ത് 500 രൂപ ചോദിച്ചു വാങ്ങി. ബാക്കി 500 രൂപ സർട്ടിഫിക്കറ്റിനായി എത്തുമ്പോൾ തരാനും ആവശ്യപ്പെട്ടു. കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. ശനിയാഴ്ച സർട്ടിഫിക്കറ്റിനായി എത്തിയപ്പോൾ താൻ സ്ഥലത്തില്ലെന്നും 500 രൂപ സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ ഇടാനും ഫസൽ ആവശ്യപ്പെട്ടു. സ്കൂട്ടറിൽ നിന്നും ഫസൽ രൂപ എടുക്കുന്നതിനിടെ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക വാഹനം ശനിയാഴ്ചയും പ്രസിഡന്റിന് വിട്ടു നൽകിയില്ല. വാഹനത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ച ഉദ്യോഗസ്ഥൻ അവധിയിൽ. തിങ്കളാഴ്ച വാഹനം നൽകിയില്ലെങ്കിൽ പ്രതിഷേധമെന്ന് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത്. പഞ്ചായത്തിന്റെ വാഹനം സെക്രട്ടറിയും ഉദ്യോഗസ്ഥരുമാണ് ഉപയോഗിക്കുന്നത്. ഇത് കാരണം ഒരാഴ്ചയായി പ്രസിഡന്റിന്റെ യാത്ര ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കണ്ടെത്തുന്നതിനുള്ള എൻഫോഴ്സ്മെന്റിന് 3 ദിവസം വാഹനം ആവശ്യമായതിനാലാണ് ഉപയോഗിച്ചതെന്ന് കഴിഞ്ഞ ദിവസം സെക്രട്ടറി പറഞ്ഞിരുന്നു. എൻഫോഴ്സ്മെന്റ് പരിശോധന കഴിഞ്ഞ് വെള്ളിയാഴ്ച കളക്ടറേറ്റിൽ പോകാനും ഉപയോഗിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു. എന്നാൽ ശനിയാഴ്ച സെക്രട്ടറി അവധിയിൽ പോയി. വാഹനത്തിന്റെ താക്കോൽ ഹെഡ് ക്ലാർക്കാണ് വാങ്ങിയത്. അദ്ദേഹവും അവധിയിലാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. തിങ്കളാഴ്ച കളക്ടറേറ്റിൽ പോകാൻ വാഹനം ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധിക്കേണ്ടി വരും. തന്റെ പാർട്ടിയും UDFും ഒപ്പമുണ്ട്. ജനപ്രതിനിധികളുടെ അവകാശം ലംഘിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് പറഞ്ഞു. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് വാർഡിലെ 18 വാർഡുകളിലും നിരവധി പരാതികളും അതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടികളും ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ദിവസമായി സ്വന്തം സ്കൂട്ടറിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും മറ്റു സ്വകാര്യ വാഹനങ്ങളാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു ഭരണഘടനാ രീതിയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് സത്യപ്രതിജ്ഞ ശേഷം ഇവിടെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് നിലക്ക് ഇത്തരം പരിപാടികൾക്ക് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില 2 ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി വാഹനം ഉപയോഗിക്കുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച ഔദ്യോഗിക പരിപാടി എന്ന നിലയ്ക്ക് കലക്ടറെ കാണേണ്ട ആവശ്യവുമായി ബന്ധപ്പെട്ട് പാലക്കാട് പോകേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ട വാഹനം ലഭിക്കണമെന്ന്. തിങ്കളാഴ്ച വാഹനം കിട്ടിയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രതികരണങ്ങൾ വളരെ രൂക്ഷമായിരിക്കും. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനവും മുന്നണിയും ഒക്കെ എൻ്റെ കൂടെയുണ്ട്. പരിപൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവിടെ 18 വാർഡുകളിലും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നിരവധി പരാതികളാണ് ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. പലപ്പോഴും പല ഉദ്യോഗസ്ഥർക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും പ്രസിഡന്റുമാണ് ഇത്തരം പരിഹാരങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൂടെ പോകുന്നത്. സ്പോട്ടിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട്. അതിന് ഒരു ഔദ്യോഗിക വാഹനത്തിൽ പോകുന്നതാണ് നമ്മൾ അതിന് പതിവ്. പക്ഷെ എന്നാൽ ഈ പതിവ് എന്ത് കാരണത്തിനും അറിയില്ല, ഉദ്യോഗസ്ഥരുടെ വലിയൊരു പിടിവാശി കാരണം നടക്കുന്നത്. എന്നാൽ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വാഹനം വേണമെന്നുള്ള സെക്രട്ടറിയോട് ആവശ്യപ്പെടും. തരാത്ത രീതിയിലാണെങ്കിൽ നമ്മുടെ പ്രതികരണം ഇതിനേക്കാളും വലിയ രൂക്ഷമായിരിക്കും എന്നറിയാം. ചെർപ്പളശ്ശേരി കൃഷി ഓഫീസർ നടത്തിയ അഴിമതിക്ക് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് UDFിന്റെ രാഷ്ട്രീയ പാപ്പരത്തമെന്ന് CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ. ചെർപ്പളശ്ശേരിയിലെ കൃഷിക്കാരെ വഞ്ചിച്ച് റോഡിലിറങ്ങി നടക്കാമെന്ന് ഈ കൃഷി ഓഫീസർ കരുതേണ്ടെന്നും K നന്ദകുമാർ പറഞ്ഞു. കൃഷി ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെർപ്പളശ്ശേരിയിൽ കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം കൃഷി ഓഫീസർ തിരിമറി നടത്തിയതിൽ പ്രതിഷേധിച്ചും ഈ പണം ഉടൻ തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. സമരത്തിന്റെ രൂപം മാറും.
തുടർന്ന് CPM ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ നടത്തിയത് ഗുരുതരമായ അഴിമതിയാണെന്നും കർഷകരെ വഞ്ചിച്ച് റോഡിലിറങ്ങി നടക്കാമെന്ന് ഇദ്ദേഹം വിചാരിക്കേണ്ടെന്നും കെ നന്ദകുമാർ പറഞ്ഞു. പണം തിരിമറി നടത്തിയ കാര്യം കൃഷി ഓഫീസർ സമ്മതിച്ചിട്ടും നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും കെ നന്ദകുമാർ കുറ്റപ്പെടുത്തി. ഈ സർക്കാർ ഓഫീസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംരക്ഷണമുണ്ടോ? എന്നാൽ ചെറുപ്പശ്ശേരി അങ്ങാടിയിൽ നിങ്ങൾക്ക് ഒരു സംരക്ഷണവും ഉണ്ടാവില്ല. ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ടും ഈ പ്രദേശത്തെ കൃഷിക്കാരിൽ നിന്ന് വാങ്ങിയ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ നയാ പൈസ അടയ്ക്കാണ്ട് ഇവിടെ നിന്ന് ഉദ്യോഗം ഭരിച്ചിട്ട് അതിന്റെ ഭാഗമായിക്കൊണ്ട് ശമ്പളം പറ്റിയിട്ട് വീട്ടുകാരെ നോക്കിക്കൊണ്ട് അവനെ മടക്കാമെന്നാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ അത് ചെറുപ്പശ്ശേരിയില് വേറെ വേണ്ടി പോകുന്നതിനായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ആടിനെ പട്ടിയാക്കുന്ന തരത്തില് ആ പട്ടിയാക്കിയിട്ട് അതിനെ തല്ലിക്കൊല്ലുന്ന തരത്തില് ഉള്ള കാര്യങ്ങളല്ലേ ചെറുപ്പശ്ശേരിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 2 ദിവസം മുമ്പ് UDFന്റെ നേതൃത്വത്തില് അവരുടെ കോമാളിക്കൂട്ടത്തിന്റെ നേതൃത്വത്തില് ചെറുപ്പശ്ശേരി നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ചെറുപ്പശ്ശേരി നഗരസഭയിലെ ചെയർമാൻ ഇതിനെന്താ പറഞ്ഞത്? ചെറുപ്പശ്ശേരി നഗരസഭയിലെ ചെയർമാൻ അഴിമതി നടത്തി എന്നാണ് പറയുന്നത്. ഇത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് വെളിവാക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ യഥാർത്ഥത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. അഴിമതി നടത്തിയത് കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസർ അഴിമതി നടത്തിയെന്നുള്ളത് അയാൾ തന്നെ ഏറ്റു പറഞ്ഞു. ഞാൻ പൈസ കയ്യിൽ നിന്ന് അടയ്ക്കാം എന്നയാൾ പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയം അതിന്റെ ഭാഗമായിക്കൊണ്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടല്ലേ ഇത്തരത്തില് ചെറുപ്പശ്ശേരി നഗരസഭയുടെ മുമ്പിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയത്. DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി PK സുജിത്ത്, മറ്റ് നേതാക്കളായ ശ്യാമോഹൻ, P ബിജു, നൌഫൽ, ബാബു, പറവണ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതി സർവ്വമേഖലയിലും പരാജയമാണെന്നാരോപിച്ച് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി നിയന്ത്രിക്കുക, തെരുവ് വിളക്കുകളുടെ റിപ്പയറിംഗ് പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും നഗരസഭാ ഭരണസമിതി സർവ്വമേഖലകളിലും പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ടുമാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ നഗരസഭകളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 2017 ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2021 ശേഷം ഒരു വീടിന് അപേക്ഷ കൊടുക്കുന്നത് ഒരു പ്രതീക്ഷയാണല്ലോ. കിടപ്പാടമില്ലാത്തവന് ഒരു പ്രതീക്ഷ കൊടുക്കാനുള്ള അവസരം പോലും കേരളത്തിനകത്ത് നിഷേധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വീടിന് അപേക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല, കിടപ്പാടമില്ലാത്തവന് അപേക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. സർക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിലവിലുള്ള ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ പുതിയ അപേക്ഷകൾ സ്വീകരിക്കൂ എന്നാണ്. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട്, ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് ഖാസിം, M ഉമ്മർ ഫാറൂഖ്, ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, T സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റോഡിലെ കുഴികൾ അടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട് സമരം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് KRFB അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. വരോട് നടന്ന ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പ്രക്കോട് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആവശ്യത്തിനും ജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന റോഡ്, ഈ റോഡ് കുണ്ടും കുഴിയും ചെളിയും ചേറുമായി മാസങ്ങളായി, മഴക്കാലം ഇത്തവണ നേരത്തെ ആരംഭിച്ചതാ. ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച വേനൽ മഴ തുടങ്ങി ഈ നാൾ വരെ, ജൂണിന്റെ അവസാന നാളുകൾ വരെ ഈ റോഡ് ഒട്ടനവധി പ്രദേശങ്ങളിൽ
പൊട്ടിപ്പൊളിഞ്ഞ് ഗുരുതരമായി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപ് നിവേദനങ്ങളും മറ്റും കൊടുത്തതാണ്. ഈ ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയുള്ള 11 കിലോമീറ്റർ സഞ്ചരിക്കാൻ നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു ആസ്പത്രി കേസ് വന്നാൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇത്രയേറെ ഗുരുതരമായ സാഹചര്യങ്ങൾ നിരുത്തരവാദപരമായി പെരുമാറുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ്, ആ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ തികഞ്ഞ അലംഭാവമാണ് ജനങ്ങളോട് കാണിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി പി രാജരത്നം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, നഗരസഭാ കൗൺസിലർ PT രാധ, K കബീർ, N വിജയകുമാർ, NK കൃഷ്ണൻകുട്ടി, C ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് ബാപ്പു, P ഹരിദാസ്, P ബഷീർ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നു. ഡെങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാരക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി. പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിലായി 128ഓളം ഡെങ്കിപ്പനി കേസുകൾ ഉള്ളതായാണ് കണക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ ഉള്ളത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലാണ്. 67 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ആക്രി സംഭരണശാലകൾ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ക്രമാതീതമായി പെറ്റുപെരുകുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഓങ്ങല്ലൂരിൽ പരിശോധന നടത്തിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചു വരുന്ന ഒട്ടനവധി ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ നിലവിലുണ്ടെന്ന് സംഘം കണ്ടെത്തി. ആരോഗ്യ, റവന്യൂ, LSGD വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചു. ആക്രി വ്യാപാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. ജില്ലാ പകർച്ചവ്യാധി സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഗീതു, ഓങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ, പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KB രമ്യ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. മണ്ണാർക്കാട് നഗരസഭയോട് പോലീസിന്റെ പ്രതികാരം. നഗരസഭയുടെ MCFൽ പോലീസിന്റെ പരിശോധന അറിഞ്ഞത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ നിന്നെന്ന് നഗരസഭാ സെക്രട്ടറി. മണ്ണാർക്കാട് പോലീസ് വളപ്പിൽ മാലിന്യം കത്തിച്ചതിന് പോലീസിനു പിഴ ചുമത്തിയ മണ്ണാർക്കാട് നഗരസഭയോട് പ്രതികാരത്തിനിറങ്ങിയതാണ് പോലീസ്. നഗരസഭ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ സംവിധാനത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയത്. അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ പത്രം ഉൾപ്പെടെ ഇല്ലാതെയാണ് MCF പ്രവർത്തിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയുമാണ് MCF പ്രവർത്തിക്കുന്നതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. അതേസമയം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള നോട്ടീസോ പിഴയോ നൽകിയിട്ടില്ല. പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും തുടർ നടപടികൾ നിലവിൽ സ്വീകരിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ പരിശോധന നടത്തിയെന്ന മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് താൽക്കാലിക MCF ആണ് പ്രവർത്തിക്കുന്നത്. മാലിന്യങ്ങൾ വേർതിരിക്കാനായി പരത്തിയിട്ട സമയത്തെ ചിത്രമാണ് പ്രചരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട്. 2 ഭാഗങ്ങളിലെങ്കിലും വഴി സൗകര്യമുള്ള കെട്ടിടത്തിന് ഫയർ NOC ലഭിക്കൂ. ഇത് താൽക്കാലിക സംവിധാനമാണ്. സ്ഥിരം കേന്ദ്രം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. കേരള ശുചിത്വ മിഷന്റെ അനുമതിയോടെയാണ് താൽക്കാലിക MCF പ്രവർത്തിക്കുന്നതെന്നും സെക്രട്ടറി പറഞ്ഞു. പോലീസ് MCF പരിശോധിച്ചു എന്നൊക്കെ വാർത്ത കണ്ടു. അതിന്റെ സത്യാവസ്ഥ ഇതാണ്. നമുക്ക് നിലവിൽ ഇത് ബസ് സ്റ്റാൻഡിന് പുറകിൽ പ്രവർത്തിക്കുന്ന MCF എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള MCF ആണ്. നമുക്ക് സ്ഥിരം ഒരു MCF സംവിധാനത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഭൂമി വാങ്ങാനായിട്ട് കൗൺസിൽ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് താൽക്കാലികമായിട്ട് MCF ഏർപ്പെടുത്തേണ്ട അവസ്ഥ ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ അവിടെ ഫയർ NOC ഇല്ല എന്ന് പറഞ്ഞു. സത്യം തന്നെയാണ്. ഫയർ NOC കിട്ടണമെങ്കിൽ മിനിമം 2 വശത്ത് വാഹനം സഞ്ചരിക്കാനുള്ള സൗകര്യം വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഫയർ NOC കിട്ടാത്തത് നമുക്കവിടെ. എന്തായാലും ഫയർ എക്സ്റ്റിങ്വിഷർ പോലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള MCF ആണ്. അപ്പോൾ ഒരാൾ ഇപ്പോൾ നഗരസഭയിൽ ആരും കെട്ടിടം വാടകയ്ക്ക് തരാനോ ഇതുവരെ ആരും സന്നദ്ധമായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് തവണകളായിട്ട് പത്രപരസ്യം കൊടുത്തതിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു കെട്ടിടം വാടകയ്ക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി അയാളുമായിട്ട് ചർച്ച നടത്തണം. അയാൾ ഇനി ഏത് റേറ്റിലാണ്, നമുക്ക് PWD റേറ്റിലാണോ അതോ ഏത് റേറ്റിലാണ് അയാൾ റെന്റിന് തരാൻ തയ്യാറ് എന്നുള്ളത് സംസാരിക്കണം. അതൊരു വശം.
ഇത് നിരന്തരമായിട്ട് ഈ പ്രശ്നം അവിടെ ഉള്ളതാണ്. ഇതൊരു താൽക്കാലികമായിട്ട് സംവിധാനം ആയതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തീയിട്ട് കഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാവും. നമുക്ക് വേറെ സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഭൂമി വാങ്ങി പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് വരെ ഇത് റൺ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ വേറെ നിർവാഹം നമുക്കില്ല. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് ഡംപ് ചെയ്ത് കിടക്കുന്നതായിട്ടാണ്. അത് ലോഡ് വന്ന് പിന്നെ ആ ഭാഗത്തല്ലേ ഡംപ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എവിടെയാണ് അവിടെ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ഇത് പ്ലാസ്റ്റിക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഡ് വന്നിറങ്ങിയ സമയത്ത് ഇവർ എടുത്തിരിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം വീടുകളിൽ നിന്ന് 2 ലോഡും സ്ഥാപനങ്ങൾ, അതായത് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് 8 ലോഡും, അങ്ങനെയാണ് ഒരു ദിവസം അവിടെ വരിക. ഇത് അവിടെ വന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് അവിടുത്തെ ഹരിത കർമ്മസേന അംഗങ്ങൾ പോകുന്നത്. അപ്പോൾ വന്ന് ഡംപ് ചെയ്ത സാധനത്തെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അത് അവർ ഇട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ പ്രീസ പാലടയിൽ തീപിടുത്തം. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച വൈകിട്ട് 5:45 തീപിടുത്തമുണ്ടായത്. ഹീറ്റിംഗ് റൂമിലും പുറത്ത് സൂക്ഷിച്ചിരുന്ന അടയിലുമാണ് തീ പടർന്നത്. ഹീറ്റിംഗ് റൂമിൽ നിന്ന് തീ പടർന്നതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഉടനെ ഷൊർണൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനയാണ് നിമിഷനേരങ്ങൾ കൊണ്ട് പാഞ്ഞെത്തിയത്. ഈ സമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആളപായമൊന്നും സംഭവിച്ചില്ല. 1 മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് തീ അണച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. നവീകരിച്ച മലപ്പുറം KSRTC ബസ് ടെർമിനൽ നാടിന് സമർപ്പിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ടെർമിനലിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ 3 മാസത്തിനകം ആരംഭിക്കും. KSRTC ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു. ടെർമിനലിന്റെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ 3 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. P ഉബൈദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.15 കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. ശേഷിക്കുന്ന പ്രവൃത്തികൾക്കായി സർക്കാർ 5 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ P ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSRTC ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 50-ലധികം പരിഷ്കാരങ്ങൾ KSRTCയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും കൊണ്ടുവരുന്നതെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതിയും അതിൽ രാഷ്ട്രീയവും ഏത് പാർട്ടിയുടെ MLA ആണ് മലപ്പുറത്തുള്ളത് നല്ലത്. മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ ബസ് ടെർമിനൽ ഉണ്ടായി. ഇതിനി 5 കോടി കൂടി ചെലവഴിക്കുമ്പോൾ ഇതിനുണ്ടാകാൻ പോകുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും നേരിടും. അടുത്തൊരു ഘട്ടം കൂടി വേഗം തുടങ്ങാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. ഈ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ച് എന്റെ ഇവിടെ വരുത്തി ഘോഷയാത്രയിലും പങ്കെടുപ്പിച്ചു. അതാണ് വണ്ടിയിൽ ഇരുന്നാളെ ഇറങ്ങി ഇച്ചിരി നേരം എന്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഒരു വേറെ ആവശ്യത്തിന് വേണ്ടി കളക്ടറുമായി മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടുള്ള ക്ഷണം നിരസിക്കാൻ ആർക്കും കഴിയില്ല. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നല്ല സൗകര്യം. സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു. വീട്ടിലിരുന്ന ബസ് സമയ വിവരങ്ങൾ അറിയാനും ബസ് ബുക്ക് ചെയ്യാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി. പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി. ഇത് അഴിമതി ഇല്ലാതാക്കാൻ സഹായിച്ചു. കൂടുതൽ അന്തർ സംസ്ഥാന റൂട്ടുകൾ തുടങ്ങുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തന നഷ്ടം കുറയ്ക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലാ കളക്ടർ VR വിനോദ്, KSRTC MD PS പ്രമോദ് ശങ്കർ, നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC അബ്ദുറഹ്മാൻ, MT അലി, റാബിയ ചോലക്കൽ, സുനീറ പറ്റമ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, നഗരസഭാ കൗൺസിലർമാർ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. 4 നിലകളിലായി 37,445 ചതുരശ്ര അടി വിസ്തീർണമാണ് മലപ്പുറത്തെ ടെർമിനലിന് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറിയിറങ്ങാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയുള്ള ബസ് ബേയും
ഇന്റർലോക്ക് കട്ടകൾ പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു. അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യാവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള 14 കടമുറികളും ടെർമിനലിൽ ഉണ്ട്. ഇതിൽ 13 റൂമുകളും ലേലം ചെയ്തു. പാസഞ്ചർ ലോഞ്ച്, AC വെയിറ്റിംഗ് ഹാൾ, പൂന്തോട്ടം, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കുരുക്കല്ലൂർ മപ്പാട്ടുകര പുറമത്ര പള്ളിയാൽത്തൊടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് നന്നാക്കിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് ജനങ്ങൾ. പ്രദേശത്തോടുള്ള പഞ്ചായത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ. ഒരു നല്ല റോഡിനായി വർഷങ്ങളുടെ കാത്തിരിപ്പാണ് പള്ളിയാൽത്തൊടിക്കാരുടേത്. ഗതാഗതയോഗ്യമായ റോഡ് വേണമെന്ന ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും യാതൊരു പരിഗണനയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മപ്പാട്ടുകര പുറമത്രയിൽ നിന്നും കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. തകർന്ന് കുഴികൾ നിറഞ്ഞ് അങ്ങേയറ്റം ശോചനീയാവസ്ഥയിലായ റോഡിൽ അറ്റകുറ്റപ്രവൃത്തികൾ നടത്തിയിട്ട് വർഷങ്ങളായെന്നും നാട്ടുകാർ പറയുന്നു. നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. വർഷങ്ങളായി ഈ റോഡിൻ്റെ മുകളിൽ ഒരുവിധ അറ്റകുറ്റപ്പണികളും ഏത് സർക്കാർ, ഏത് ഭരണ മുന്നണി പഞ്ചായത്ത് ഭരിച്ചാലും ഞങ്ങൾക്ക് തീരെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. ആയതുകൊണ്ട് അതിനുവേണ്ട നടപടിക്രമങ്ങൾ 20 വർഷത്തോളമായി ഈ റോഡിൻ്റെ മുകളിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു തരണമെന്നാണ് ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ പോകാനോ മറ്റു നല്ല പ്രശ്നങ്ങൾക്ക് മുളയങ്കാവിൽ പോകണമെങ്കിൽ റെയിലിൻ്റെ അധികം പോകണം, അതും മുടങ്ങിയിട്ടുള്ളത്. വളരെയധികം പ്രയാസമാണ്. മറ്റു പ്രശ്നങ്ങൾ, ആശുപത്രി കേസുകളോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ. 3 വാർഡാണ് ഇപ്പോൾ ഇത്. 9-ാം വാർഡ്, 8-ാം വാർഡ്, 7-ാം വാർഡ്. ഈ റോഡിൻ്റെ അവസ്ഥ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളും ഇപ്പോൾ ഈ പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ റോഡിൻ്റെ ഒരു സൗകര്യമാണ്. ആ റോഡിൻ്റെ സൗകര്യം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരിക. 19 വർഷമായി. അതിൻ്റെ ശേഷം ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തറ തൊട്ട് പള്ളിയത്തോട് റോഡിൻ്റെ ഒരവസ്ഥ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതെന്തെങ്കിലും ഒരു പരിഹാരത്തിന് ചെയ്ത് കിട്ടുക. മുളയങ്കാലിക്ക് പോകാൻ നമുക്ക് ഏത് വഴിയുള്ളത്? ഇടയറ വഴിക്ക് പോകണം, അല്ലെങ്കിൽ മാരങ്കലം വഴിക്ക് പോകണം. അപ്പോൾ ഈ റോഡ് ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ റോഡുണ്ട്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. ശോചനീയാവസ്ഥയിലുള്ള ഈ റോഡിൽ അപകടങ്ങളും പതിവാണ്. പ്രദേശത്തിന്റെ ഹൃദയഭാഗമായ മപ്പാട്ടുകര സെന്ററിലും ഇതുതന്നെയാണ് അവസ്ഥ. റോഡ് മുഴുവൻ കുഴികളായി കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണ് ഈ ഭാഗവും. മഴക്കാലമായാൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മലിനജലം മുഴുവൻ ഒഴുകിപ്പോകുന്നത് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലൂടെയാണ്. 18 വർഷമായി ഞാനിവിടെ ഒരു സ്ഥാപനം കൊണ്ടിരിക്കുന്നു. ഇത് ഈ ബാത്റൂമിൽ നിന്നൊക്കെ പോകുന്ന വേസ്റ്റ് വെള്ളമാണ് ഇത് ഇതിൻ്റെ മുന്നിൽ കൂടെ പോകുന്നത്. റോഡാണെങ്കിലോ കുണ്ടും കുഴിയും ഒക്കെ കൂടായിട്ട്. മപ്പാട്ടുകര വികസനം വന്നുകൂണു, പക്ഷേ വികസനം വന്നിട്ടില്ല എന്ന് പറയില്ല. പക്ഷേ ഇതാണ് ഈ 50 മീറ്റർ അത് ചെയ്യാനുള്ളത്. ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനൊരു പരിഹാരം കാണണം. പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പരാതികൾ പോകേണ്ടതൊക്കെ പോയിക്കണു. പക്ഷെ അപ്പോൾ PWD വർക്കാണ്, അത് അത്രയാണ് ഇത്രയാണ് എന്ന് പറയും. ഈ 50 മീറ്ററാണ് ബാത്റൂം. ഇപ്പോൾ ഈ വരുന്ന വെള്ളമില്ലേ, ഇത് ബാത്റൂമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാർക്കും പിന്നെ ഇവിടെ ഈ കടയിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അതിൽ ഇതിന് വേണ്ട നടപടികൾ എത്രയും വേഗം ചെയ്ത് തരിക. ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ്. പക്ഷേ ഈ റോഡ് ഇപ്പോൾ ഒരു താഴത്തേക്കൊരു 2 കിലോമീറ്റർ, അതുമാതിരിക്ക് ഇവിടെ പള്ളിയാൽത്തൊടി ഭാഗം വളരെ മോശമാണ് റോഡ്. ഇതിൻ്റെ അവസ്ഥയ്ക്ക് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA എല്ലാവരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. വളരെ കാലങ്ങളായിട്ട് ഇത് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് പോയാലും തന്നെ അവസ്ഥ. വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാൽ പരിഹാരം കാണാമെന്ന് പറയും. ചിലപ്പോൾ കണ്ടത് പൂട്ടിക്കൊള്ളാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാണ്. പിന്നെ എന്താ പറയുള്ളത്, ഇതൊക്കെ തന്നെ ഇവിടുത്തെ നാട്ടിലെ അവസ്ഥ തന്നെ. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പീഡിയക്കോലായ്മ ഇരുന്നിട്ട് അതും ഇതും വെറുതെ പറയുകയാണെന്നുള്ളൊരു സംസാരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കാണണമല്ലേ, കണ്ടത് പറഞ്ഞാലും പീഡിയക്കോലായ്മ ഇരുന്നിട്ട് അങ്ങനെ പറയണേ ഇങ്ങനെ പറയണേ വെറുതെ എന്തെങ്കിലും പറയണേ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 7, 8, 9 വാർഡുകൾ ഉൾപ്പെടുന്ന പുറമത്ര പള്ളിയാൽത്തൊടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇവിടേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കിടപ്പ് രോഗികളെയും ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവരെയും അത്യാവശ്യ ഘട്ടത്തിൽ ഒന്ന് മുളയങ്കാവിൽ എത്തിക്കണമെങ്കിൽ പോലും നിർവാഹമില്ലെന്ന് ജനങ്ങൾ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ടുകൂടി ഈ പ്രദേശത്തോടുള്ള അവഗണന തുടരുകയാണെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം.
ശ്വാസം മുട്ടലാണ് ഒരു രോഗിയും കൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ രോഗിയുടെ നില ഗുരുതരാവും. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളിലെ. ഞങ്ങൾ മുളയങ്കാവിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ചുറ്റി വളഞ്ഞ് പോകണം. ഭയങ്കര ആയിട്ട് ബുദ്ധിമുട്ടുള്ളതാണ് ഈ വഴി. ആര് ഭരിച്ചാലും ആരൊക്കെ വോട്ട് കൊടുത്തിട്ടും കാര്യമില്ല. ഇല്ല, നമ്മളെ ഈ ഭാഗം ശരിയാക്കണില്ല. പിന്നെ റോഡിന്റെ സ്ഥിതി മഹാമോശമാണ് ഇവിടുത്തെ. ആരും ഇതിനെക്കുറിച്ച് യാതൊരു തീരുമാനങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. റോഡിൻ്റെ കാര്യം വളരെ മോശമാണ്. ഒരു രോഗിയായിട്ട് ഇപ്പോൾ നമ്മൾ പോണത്, ഒരാളെ കൊണ്ട് പോകാൻ വളരെ പ്രയാസമാണ്. അത്യാവശ്യമായിട്ട് ഒരുപാട് വയ്യാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ മോശമാണ് റോഡ് വളരെ മോശം. 10-17 വർഷമായി ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ ഇത് തുടങ്ങിയിട്ട്. ഈ റോഡ് ഇവിടുന്ന് പള്ളിയാഴ്ത്തൊടി മുതൽ പുറമത്ര വരെ 3 വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു റോഡാണ്. 7-ാം വാർഡ്, 8-ാം വാർഡ്, 9-ാം വാർഡ്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഭരിക്കുന്ന ഒരു വാർഡ് ഉള്ളൊരു റോഡാണിത്. ഈ റോഡ് ഈ ഭാഗത്തുള്ള 350-ഓളം കുടുംബങ്ങൾ ഏക ആശ്രയമായ റോഡാണ് ഇവിടുന്ന് പുറമത്രക്ക് പോകുന്ന റോഡ്. ഇത് ആകെ പറ്റ ശോചനീയാവസ്ഥയിൽ കടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇതിന് ഇതുവരെ ഒരു പരിഹാരം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതികളോ വാർഡ് മെമ്പർമാരോ ഇവിടുത്തെ MLA അതേപോലെ MP ഇവരൊന്നും ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവർക്ക് ഒരുപാട് പരാതികൾ ഇതൊക്കെ കൊടുത്തതാണ്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പള്ളിയാൽത്തൊടിയിലെ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കി തരിക. ഇലക്ഷനാണ് വരുന്നത്, എല്ലാവരും വോട്ട് ചെയ്യണമെങ്കിൽ. അതല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടുന്ന് വോട്ടിന് വരില്ല. പിന്നെ അതല്ല, ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഇവിടുന്ന് എല്ലാവരും കൂടി വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ടേ പോരുള്ളൂ. ഇതൊക്കെ പറയുള്ളൂ. എത്രയോ കുട്ടികൾ ഇവിടെ ബൈക്കുമ്പിൽ വീണിട്ട് ഞങ്ങളിതെടുത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ നിൽക്കുക. ഒന്നുമില്ല, നിങ്ങളൊരു പഞ്ചായത്ത് ഭരിക്കണ ആൾക്കാരാണല്ലോ, നിങ്ങളല്ലേ നോക്കേണ്ടത് ഇതൊക്കെ. ഇങ്ങനെയാണോ നിങ്ങളുടെ ഭരണം? ഇവിടെ പള്ളിയത്തോട് ഭാഗത്ത് ഈ റോഡിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. ഇതിൽ രാഷ്ട്രീയമല്ല. ഇവിടുന്ന് എല്ലാ ആളുകളും ജയിച്ചു പോയി. മുഹ്സിന് ജയിച്ചു പോയി, സാബിറ ടീച്ചർ ജയിച്ചു പോയി, ഇപ്പം ബഷീർ മറ്റേ ബ്ലോക്കിലേക്ക് ജയിച്ചു പോയി, വാർഡ് മെമ്പർ എല്ലാം ജയിച്ചു പോയിട്ടും ഈ പള്ളിയത്തോടിനെ ആകെ അവഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗേറ്റിൽ നിന്ന് വണ്ടി വിളിച്ച പള്ളിയത്തോടുക്കാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി പോരുന്നില്ല. എന്താ ചോദിച്ചാൽ റോഡിൻ്റെ മോശം. പിന്നെ റെയിലിൻ്റെ അതിനെയാണ് പോകേണ്ടത്. അവിടെ ഇപ്പോൾ റെയിൽവേ പണി നടക്കുക കാരണത്താൽ അതിനും വണ്ടി പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഒരു ഭാഗമില്ല. റോഡ് മഹാമോശമാണ്. അതിനൊരു നടപടി എടുക്കണം. ഇപ്രാവശ്യം ഞങ്ങളിവിടെ തീരുമാനം എടുക്കുന്നത് എന്താ വെച്ചാൽ ഇലക്ഷൻ ഒരു പാർട്ടിക്കും വോട്ടിന് പോകണില്ല എന്നുള്ള തീരുമാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇതാണിപ്പോൾ ഇതിൽ 7-ാം വാർഡുണ്ട്, 8-ാം വാർഡുണ്ട്, 9-ാം വാർഡുണ്ട്, 3 വാർഡും ഉണ്ട് ഇതിൽ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ തെരുവു നായ്ക്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് തുടങ്ങി. പുതിയ സെൻസസ് പ്രകാരം നഗരസഭാ പരിധിയിൽ കണ്ടെത്തിയ 921 നായ്ക്കൾക്കാണ് കുത്തിവെപ്പ്. ഒരാഴ്ചയ്ക്കകം കുത്തിവെപ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെറ്റിനറി പോളിക്ലിനിക്കിന്റെയും ഒറ്റപ്പാലം നഗരസഭയുടെയും നേതൃത്വത്തിലാണ് നടപടി. കഴിഞ്ഞ മാസം 23-ന് മായന്നൂർ പാലം പരിസരത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. ഇവരെ കടിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ കടിയേറ്റ് മറ്റ് തെരുവുനായ്ക്കൾക്കും പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രതിരോധ കുത്തിവെപ്പ് തുടങ്ങിയത്. പേപ്പട്ടിയുടെ കടിയേറ്റതായി കണ്ടെത്തിയ 5 തെരുവുനായ്ക്കളെ സംഭവസ്ഥലത്ത് നിന്ന് പിടിച്ച് മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. 5 ഘട്ടമായുള്ള കുത്തിവെപ്പ് പൂർത്തിയാക്കിയ ഇവ നിരീക്ഷണത്തിലാണ്. ഇതിനിടെ ഒരാഴ്ച മുമ്പ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒരു കുട്ടിയെയും തെരുവുനായ കടിച്ചു. ഇതോടെയാണ് പ്രതിരോധ കുത്തിവെപ്പിനുള്ള നടപടികൾ വേഗത്തിലായത്. നഗരസഭാ ഫണ്ടിൽ നിന്നുള്ള 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റാബീസ് വെറ്റ് എന്ന മരുന്നുപയോഗിച്ച് കുത്തിവെപ്പ് നടത്തുന്നത്. 3 നായപിടുത്തക്കാരും നഗരസഭയിലെ ഒരു ജീവനക്കാരനും ചേർന്നാണ് വിവിധ വാർഡുകളിലെത്തി തെരുവുനായ്ക്കൾക്ക് കുത്തിവെപ്പ് നൽകുന്നത്. 2019 സെൻസസ് പ്രകാരം നഗരസഭാ പരിധിയിൽ 725 തെരുവുനായ്ക്കളാണ് ഉണ്ടായിരുന്നത്. നിരന്തരമുള്ള കാട്ടാനശല്യം മൂലം താമസം മാറി ആദിവാസി വയോധിക. കരുവാരക്കുണ്ട് പറയന്മാട് ആദിവാസി ഉന്നതിയിലെ കുമാരി എന്ന 72-കാരിയാണ് പ്രദേശത്തെ ആശാവർക്കർ PP സജിതയുടെ വീട്ടിൽ അഭയം തേടിയത്. 1 മാസത്തിലധികമായി മേഖലയിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ്. വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആക്രമിക്കാനെത്തുന്നതും പതിവാണ്. 3 വീടുകളിലായി 12 പേരാണ് പറയന്മാട് ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി ഊരിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ്.
ചക്ക തേടി സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് വട്ടമല വഴി ഇറങ്ങിയ 5 കാട്ടാനകൾ പറയൻമാട് മലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. നേരം ഇരുട്ടിയാൽ ഇവ ഊരിലെ വീട്ടുമുറ്റങ്ങളിൽ എത്തും. കണ്ണിൽ കാണുന്നതൊക്കെ നശിപ്പിക്കും. ഊരുവാസികൾ ശബ്ദമുണ്ടാക്കി ഇവയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ ഓടിയടുക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ പതിവാണിപ്പോൾ. വീട്ടിൽ ഒറ്റയ്ക്കാണ് കുമാരി താമസിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച നേരം വെളുക്കുന്നതുവരെ കുമാരിയുടെ വീട്ടുമുറ്റത്ത് കാട്ടാനകൾ കാട്ടിയ പരാക്രമം ചില്ലറയൊന്നുമല്ല. ആനകൾ പിന്തിരിഞ്ഞു പോകും വരെ ഉറങ്ങാൻ പോലും സാധിച്ചില്ലെന്ന് കുമാരി പറഞ്ഞു. കാര്യമില്ലല്ലോ അണയും തുണയാണ്. എൻ്റെ കുട്ടി വന്നിട്ട് വിളിച്ച് വല്യമ്മന്ന് വിളിച്ചു, എൻ്റെ കുട്ടി ബാബു. അപ്പം ഞാൻ ഇത് ഇപ്പം വരണ്ട, ആനുണ്ട് എൻ്റെ മുറ്റത്തുണ്ട്, ഇടത്തുണ്ട്, ഇപ്പം വരണ്ടെന്ന്. ഊരിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കൽ, വൈദ്യുതി സർവീസ് കേബിൾ വലിച്ച് താഴെയിടൽ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട്. കാട്ടാനശല്യം മൂലം ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയുന്നില്ലെന്ന് ഊരുവാസി സുരേഷ് ബാബുവും പറഞ്ഞു. കാരണം നമ്മൾ പേടിച്ച് പറഞ്ഞാൽ നമുക്കൊരു ചോറോ കറിയോ വെക്കാനുള്ള ഒരു സമയം നമുക്ക് തരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു 5 മണി നമ്മളൊരു സമയമൊക്കെ ഇരുത്തണം. 5 മണി വരെയുള്ളൊരു സമയം. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ വലിയമ്മൻ്റെ അവിടെ വരണം, അല്ലെങ്കിൽ അമ്മൻ്റെ അവിടെ പോകണം. ആ സമയം ഞങ്ങൾക്ക് കിട്ടില്ല. ആ സമയം കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് കരുതണത്. അപ്പൊക്കെ പോലെ ഇവിടെ ഓടിപ്പാഞ്ഞ് ഇവിടെ എത്തും. കട്ടിലിപ്പി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഇതേപോലെ തന്നെ ഞങ്ങളെ കാട്ടണത്. ഫോറസ്റ്റുകാരോട് വിളിക്കുന്നുണ്ട്. ഓരോട് വിളിക്കുമ്പോൾ എന്താ പറയുക, ഓരോരു സമയം എടുക്കട്ടെ, എന്തെങ്കിലും സമയം വരണം, അല്ലെങ്കിൽ അതിന് ഫണ്ടില്ല എന്നൊക്കെ പോലെ നമ്മളോട് പറയണത്. സമീപത്തെ കർഷകർക്കും കാട്ടാനകൾ നാശം വരുത്തിയിട്ടുണ്ട്. പുൽവെട്ട ജയരാജിന്റെ ഇഞ്ചി, കമുക് എന്നിവ ആനകൾ നശിപ്പിച്ചു. തൊട്ടടുത്ത കൃഷിക്കാരനാണ്. എൻ്റെ പറമ്പാണ്. പറമ്പിൽ കണ്ടമാനം കഴിഞ്ഞാൾ ഏകദേശം 100ഓളം കഴിഞ്ഞ 5 വർഷമായ കഴിഞ്ഞ് കേടെടുത്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇതേമാതിരി കണ്ടമാനം കേടെടുത്തി. പിന്നെ ഇഞ്ചിൻ്റെ കംപ്ലീറ്റ് ചവിട്ടി കേടെടുത്തി. ഇപ്പോൾ തോല് വെച്ച് മണ്ണിട്ട് നിൽക്കുക. ഇപ്പോൾ ഓരോ കിളുമ്പല്ലേ വന്നുള്ളൂ. ഇഞ്ചി അതിൻ്റെ പൊട്ടിക്കെളുത്ത് വരാനുള്ള സമയം. അപ്പോൾ ആകെ കേടെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും മഞ്ഞളും കേടെടുത്തി. എന്നതായി പാവങ്ങളിവർ ആദിവാസികളുടെ വീടാണിത്. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ആന ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ വരും. ഇന്നലെ വന്ന് പറഞ്ഞാൽ പുലർച്ചയായിട്ട് ഒരു 4 മണിക്കാണ് വന്നതെന്ന് പറഞ്ഞ്. എന്നിട്ട് നേരം വെളുത്തിട്ട് അവർ പോയതെന്ന് പറഞ്ഞു. പറയൻമാട് മലയിൽ തമ്പടിച്ച കാട്ടാനകളെ വനമേഖലയിലേക്ക് കയറ്റാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. ഇതോടൊപ്പം വനപാലകർ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. എടത്തനാട്ടുകരയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വലിപ്പറമ്പൻ ഉമ്മറിന്റെ കുടുംബാംഗങ്ങളെ KTDC ചെയർമാൻ PK ശശി സന്ദർശിച്ചു. അടിയന്തരമായി ഫെൻസിംഗ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതായി 15 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് നടപ്പാക്കും. ഹാങ്ങിങ് ഫെൻസിംഗ് ആണ്. ആ ഫെൻസിംഗ് നടപ്പിലാക്കുമെന്ന് അന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം നാളിതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ ധാരാളം ആളുകൾ കൂടി. അവർ വലിയ ആശങ്കയാണ് പങ്കുവച്ചത്. വലിയ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക്. ഈ പ്രതിഷേധ വികാരത്തിൻ്റെ ആഴം മനസ്സിലാക്കി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സഹായകമായ രൂപത്തിൽ അടിയന്തരമായും ഈ പ്രഖ്യാപിച്ച ഫെൻസിംഗ് പദ്ധതി നിർമ്മാണം ആരംഭിക്കുകയും അതിവേഗതയിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്യണം എന്ന് ഇതിൻ്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇതിനകം ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയെ നേരിട്ട് വിളിച്ച് ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായും ഇടപെടാമെന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രി AKS ഫോണിലൂടെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുണ്ടക്കോട്ടുകുരിശി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിന് സ്വന്തമായി കെട്ടിടമൊരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. 15 വർഷമായി ചെർപ്പളശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർദ്രം പാലിയേറ്റീവ് കെയറുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുണ്ടക്കോട്ടുകുരിശി സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിനാണ് കെട്ടിടമൊരുങ്ങുന്നത്. വല്ലപ്പുഴ, ചളവറ പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയറിന് മുണ്ടക്കോട്ടുകുരിശിയിൽ വട്ടപ്പറമ്പിൽ മുസ്തഫ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ 50 സെന്റ് സ്ഥലത്താണ് കെട്ടിടമൊരുങ്ങുന്നത്. ആർദ്രം ചാരിറ്റി വില്ലേജ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ പാലിയേറ്റീവ് കെയർ സെന്ററിന് പുറമെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി സെന്റർ, ഡയാലിസിസ് സെന്റർ, ലഹരി വിമുക്ത പരിചരണ കേന്ദ്രം എന്നിവ കൂടി നടപ്പാക്കാനാണ് തീരുമാനം. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. മുൻകാലങ്ങളിലും ആതുര സേവനത്തിനും സന്നദ്ധ പ്രവർത്തനത്തിനുമൊക്കെ
ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. എല്ലാവർക്കും അതിൻ്റെ ഗൗരവവും യാഥാർത്ഥ്യബോധവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. നമുക്കറിയാം, സർക്കാർ ഇതര സംവിധാനങ്ങളും ശക്തമായി തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന നാടാണ് നമ്മുടെ നാട്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഇല്ലാതെ മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. ഏറ്റവും കൂടുതൽ ശുചിത്വം പാലിക്കുന്നവർ നമ്മൾ മലയാളികളാണ്. അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ നമ്മുടെയൊക്കെ ആചാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്രയാണ്. പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി. മുഹമ്മദ് മോസിൻ എം എൽ എ സൗജന്യമായി ലഭിച്ച സ്ഥലത്തിന്റെ ആധാരം ഏറ്റുവാങ്ങി. പക്ഷെ ഇനി വരുന്ന എത്രയോ തലമുറകൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അതിന്റെ ഗുണം കിട്ടുക. ഒരുപാട് അംഗൻവാടികൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ സ്ഥലം തന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടില്ല എന്ന് കരുതിയിട്ട് പോയ സ്ഥലങ്ങളിൽ വളരെ സൗജന്യമായിട്ട് പൈസ പോലും കൊടുക്കാതെ കിട്ടിയ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതിർത്തിക്ക് വേണ്ടി മത്സരിക്കുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യര് മാത്രമല്ല, അതിർത്തികൾ വിട്ടുകൊടുത്തുകൊണ്ട് കൂടുതൽ തലമുറകൾക്ക് വരെ സേവനം ചെയ്യുന്ന, മരണപ്പെട്ടാലും സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെയാണ് ഈ ആർദ്രത്തിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഒരുപാട് പേർക്ക് സേവനം ചെയ്യാനുള്ളത്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു, ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹമീദ്, മല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജ്, പി സുനന്ദ, ബിന്ദു സന്തോഷ്, സ്നേഹാർദ്രം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അലി ആലിക്കൽ, അലി മാട്ടര, നൌഷാദ് കൊടക്കാടൻ, പി റസാഖ് മാനു തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ ജൂബിലിയിൽ സമ്പൂർണ്ണ സ്മാർട്ട് സ്കൂളായി തിരുവിഴാംകുന്ന് CPAUP സ്കൂൾ. സ്മാർട്ട് സ്കൂളിന്റെ ഉദ്ഘാടനം KTDC ചെയർമാൻ PK ശശി നിർവഹിച്ചു. വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഏതു കാര്യവും വിദ്യാർത്ഥികൾക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സ്മാർട്ട് TV ഉൾപ്പെടെ എല്ലാ സൗകര്യവും മുഴുവൻ ക്ലാസ് മുറികളിലും ഒരുക്കിയാണ് സ്കൂളിനെ സമ്പൂർണ്ണ സ്മാർട്ട് സ്കൂളാക്കി മാറ്റിയത്. ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം KTDC ചെയർമാൻ PK ശശി നിർവഹിച്ചു. ഒരു ഹൈസ്കൂളിനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയ ലാബാണ്, ലൈബ്രറിയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിലുള്ള സ്ഥിതി പരിശോധിക്കുമ്പോൾ ഒരു ഹൈസ്കൂൾ ആയി ഉയരാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്രാവർത്തികമാക്കാത്തത് 2000-ന് ശേഷം ഉള്ള ഒരു ഗവൺമെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു ഏക പ്രശ്നം കാരണമാണ്, ഒരൊറ്റ വിഷയം കാരണമാണ്, ഒരു ടെക്നിക്കലാണ് ആ വിഷയം. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും LSS, NMMS നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ ഉപഹാര സമർപ്പണം നടത്തി. വാർഡംഗം ഫസീല സുഹേൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപകൻ TS ശ്രീവത്സൻ, ഗ്രാമപഞ്ചായത്ത് അംഗം O ആയിഷ, PTA പ്രസിഡന്റ് ഹംസ തയ്യിൽ, MPTA പ്രസിഡന്റ് സാബിറ, മുൻ പ്രധാനാധ്യാപകരായ കുഞ്ഞിതു, ശാലിനി, E ലളിത, M മോഹൻദാസ്, P നൂർജഹാൻ, SRG കൺവീനർ ബിന്ദു P വർഗീസ്, പ്രോഗ്രാം കൺവീനർ ഹാരിസ് KT എന്നിവർ പങ്കെടുത്തു. സ്കൂളിൽ USS പരിശീലനത്തിന് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് തയ്യിൽ ഹംസ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും USSമായി ബന്ധപ്പെട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും യൂത്ത് വിംഗ് ഓഫീസ് ഉദ്ഘാടനവും നടത്തി. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും യൂത്ത് വിംഗ് ഓഫീസിന്റെ ഉദ്ഘാടനവുമാണ് ശനിയാഴ്ച നടന്നത്. വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്ഥാപനം വിട്ട് ഇന്ന് ഈ ഹാളിൽ ഒത്തുചേരുമ്പോൾ അതിനുവേണ്ടി നാം ചെലവഴിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ പണം നാം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു.
ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? എന്തിനാണ് നാം ഇന്ന് ഈ വ്യാപാര ഭവനിൽ ഇന്ന് ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? ഈ ചോദ്യത്തിന് നാം നമ്മോട് ഉത്തരം പറയും. ഞാൻ എന്നോട് വിശദീകരിക്കാൻ കഴിയുന്ന ഉത്തരം എനിക്കുണ്ടാകും. ആ ഉത്തരം ഈ സംഘടനയിൽ ഞാൻ അണിചേർന്നിട്ടുള്ളത് എൻ്റെ വ്യാപാരത്തിൽ എനിക്ക് എൻ്റെ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ചില ഘട്ടങ്ങളിലെങ്കിലും വ്യക്തിപരമായി ഞാൻ പരാജയപ്പെടുന്നിടത്ത് ഈ കൂട്ടായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന എൻ്റെ വിശ്വാസമാണ് ഈ സംഘടന. യൂത്ത് വിംഗ് ഓഫീസിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട് നിർവഹിച്ചു. സ്നേഹസ്പർശം പരസ്പര സഹായ പദ്ധതിയുടെ ഭാഗ്യനറുക്കെടുപ്പും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി. വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ്, വർക്കിംഗ് പ്രസിഡന്റ് PV ബഷീർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം, ട്രഷറർ KT സുരേഷ് ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മരക്കാർ മുരുക്കമ്പറ്റ, ജില്ലാ സെക്രട്ടറി O അരവിന്ദാക്ഷൻ, ജില്ലാ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഷിഹാബുക്കൊപ്പം, ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പത്തിരിപ്പാല, മണ്ഡലം ട്രഷറർ കരീം കൂട്ടിലക്കടവ്, ജില്ലാ യൂത്ത് വിംഗ് ട്രഷറർ ജിനീഷ് നന്മാറ, യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവരും സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. ദേശീയപാത സമീപ പ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു തുറന്ന പുസ്തകമായി അത് രൂപപ്പെടുത്തുക എന്നത് അത് ഈ സംഘടന രൂപീകരിച്ച നാളുകളിൽ തന്നെ 1980കളിൽ ഈ സംഘടന രൂപീകരിക്കുമ്പോൾ തന്നെ ഇതിന്റെ നിയമാവലിയിൽ എത്തിച്ചേർത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ എല്ലാ വർഷവും ഇത്തരത്തിൽ അംഗങ്ങളുടെ പൊതുസഭ മുൻപാകെ. കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അജോ അഗസ്റ്റിൻ മഞ്ഞാടിക്കൽ അധ്യക്ഷനായി. കോങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K മുരളീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. NP അഷ്റഫ്, C ശ്രീകാന്ത്, NM അബൂബക്കർ സിദ്ദിഖ്, KR രാഹുൽ, M ഷാഹുൽ ഹമീദ്, TJ നീതു ജോൺ, M പ്രീത എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. UGS ഗ്രൂപ്പ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മണ്ണാർക്കാട്ടെ ഷെഫ് പാലാട്ടിന് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ഹൈജീൻ റേറ്റിംഗ് അംഗീകാരം. ഹൈജീൻ, ഫുഡ് സേഫ്റ്റി, ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഹൈജീൻ റേറ്റിംഗ് ലഭിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയധികം നല്ല റിവ്യൂസും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ഈ FSSAIയുടെ ലൈസൻസ്, ഹൈജീൻ റേറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്നത്. അതുപോലെ ഹോട്ടൽ FSSAIയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ അതിൽ ഉൾപ്പെടുന്നുണ്ട്, ഫുഡ് സേഫ്റ്റി അതിൽ ഉൾപ്പെടുന്നുണ്ട്, ഫുഡ് സേഫ്റ്റി വരുന്നുണ്ട്, അതുപോലെ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതാണ് ഈ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണാർക്കാട് അത്തരത്തിലൊരു റേറ്റിംഗ് കരസ്ഥമാക്കാൻ ഷെഫ് പാലാട്ടിന് അല്ലെങ്കിൽ ഹോട്ടൽ പാലാട്ട് റെസിഡൻസിന് കഴിഞ്ഞത്. മണ്ണാർക്കാടിൻ്റെ ഹൃദയ കവാടമായ നൊട്ടമലയുടെ താഴെ നെല്ലിപ്പുഴയോരത്ത് കഴിഞ്ഞ ഓണക്കാലത്ത് UGS ഗ്രൂപ്പ് ബ്രാൻഡ് അംബാസഡർ ചലച്ചിത്ര താരം ഭാവന ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഷെഫ് പാലാട്ട് ഹോട്ടൽ രംഗത്ത് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വൃത്തിയുള്ള ശുദ്ധമായ ഭക്ഷണ വൈവിധ്യങ്ങൾ മണ്ണാർക്കാടിന് പരിചയപ്പെടുത്തുകയാണ് ഷെഫ് പാലാട്ട്. എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ്, അനധികൃത പ്രിസർവേറ്റീവ്സ്, കളറുകൾ, കെമിക്കൽസ് തുടങ്ങി ഒന്നും തന്നെ ചേർക്കാതെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഭക്ഷണം വിളമ്പുന്നതുവരെയുള്ള ജാഗ്രതയുടെ ഭാഗമായാണ് FSSAIയുടെ ഹൈജീനിക് അംഗീകാരം ഷെഫ് പാലാട്ടിന് ലഭിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയും മികച്ച അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളാണ് ഇനിയും പ്രവർത്തിക്കാനുള്ള ഊർജ്ജമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു.
നമുക്കറിയാം നമ്മുടെ പോത്തുംകാൽ, നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷായ പോത്തിൻകാൽ ബുക്കിംഗ് ഒക്കെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തൊക്കെയാണ് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മറ്റ് പല രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാപാര മേഖലകളൊക്കെ അല്ലെങ്കിൽ ജനപ്രതിനിധി ആ മേഖലകളിൽ നിന്നൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. മറ്റായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ വർഷം ബോച്ചെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്ന വേളയിൽ നമ്മുടെ ഷെഫ് പാലാട്ടിൽ വന്ന് നമ്മുടെ സർവീസ് അനുഭവിച്ചറിയാൻ കാരണമായി. അന്ന് അദ്ദേഹം നമ്മുടെ അറബിക് സലാഡ്, അതുപോലെ അറബിക് പ്ലേറ്റർ പോലുള്ള ഭക്ഷണങ്ങളെയൊക്കെ കുറിച്ച് വളരെ നല്ല കമൻസും അല്ലെങ്കിൽ അഭിപ്രായം റിവ്യൂയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനും അല്ലെങ്കിൽ പ്രോത്സാഹനമൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമെന്നോണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നോണമാണ് ഞങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ FSSAIയുടെ ഹൈജീനിക് റേറ്റിങ്ങിൽ ഏകദേശം 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഹോട്ടൽ UGS ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സിൽ ഹോട്ടൽ പാലാട്ട് റെസിഡൻസിൽ ഷെഫ് പാലാട്ട് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഇനിയും തുടർന്നും നല്ല രീതിയിലുള്ള സർവീസുകൾ, സേവനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഊർജം അല്ലെങ്കിൽ പ്രോത്സാഹനം തരുന്ന കാരണങ്ങളാണ്. അതുപോലെ ഇത്രയും നാൾ കഴിഞ്ഞ ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. ഈ ഓണത്തിനാണ് 1 വർഷം പൂർത്തിയാവുന്നത്. അപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലം ഞങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച മണ്ണാർക്കാട്ടുകാർക്കും സമീപ ജില്ലകളിലെ ആളുകൾക്കൊക്കെ, സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ എല്ലാവരോടുള്ള നന്ദി, അകമഴിഞ്ഞ നന്ദി കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എല്ലാത്തരം ആളുകൾക്കും മികച്ച ഭക്ഷണം നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സീനിയർ ഷെഫ് ഹരീഷ് പറഞ്ഞു. നല്ല വൃത്തിയോടുകൂടിയും ശുചിത്വത്തോടുകൂടിയും ചെറിയ ചെലവിൽ നല്ല ഹൈജീനിക്കായ ഭക്ഷണം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമ്മൾ ഷെഫ് പാലറ്റിനുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, മറ്റ് ഹോട്ടലിനെ അപേക്ഷിച്ചിട്ട് വലിയ വിലയോ അതിൽ കൂടുതൽ സാധാരണക്കാർക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വന്നിട്ട് നല്ല വൃത്തിയുള്ള ആഹാരം ഇവിടെ കൊടുക്കാൻ സാധിച്ചു. അത് നമ്മളെ അജി സാറിൻ്റെ പ്രത്യേക തരത്തിലുള്ളൊരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ വലിയ മറ്റു ഹോട്ടലിനെ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു തരത്തിലൊന്നുമല്ല, എല്ലാവർക്കും നല്ല ശുചിത്വമായ ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമാണ് ഷെഫ് പാലാട്ടിൻ്റെ ലക്ഷ്യം. ഇനിയും അങ്ങനെ തന്നെ. PRO ശ്യാം, ഓപ്പറേഷൻ ഹെഡ് രാജീവ്, സോനു ശിവൻ എന്നിവർ സന്നിഹിതരായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ സ്കൗട്ട് യൂണിറ്റ് വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ചന്തപ്പുര, പെരുമാങ്ങോട് LP സ്കൂൾ, വലമ്പലിമംഗലം സ്കൂൾ, തിരുവാഴിയോട് മഹാത്മാ UP സ്കൂൾ, തിരുവാഴിയോട് ജംഗ്ഷൻ എന്നീ കേന്ദ്രങ്ങളിലാണ് ലഹരി വിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥികളെത്തിയത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുനിതാകുമാരി, PS രതി, P വിദ്യ, A രജനി, വിപിൻനാഥ്, സ്കൗട്ട് വിദ്യാർത്ഥി പ്രതിനിധി നബീൽ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സിബിമോൾ ഗോവിന്ദൻകുട്ടി, KP ശ്രീജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒറ്റപ്പാലം BRCയിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി SSLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള 42 ഭിന്നശേഷി വിദ്യാർത്ഥികളെയാണ് ഒറ്റപ്പാലം BRC അനുമോദിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സ്കൗട്ട് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ BPC PM വെങ്കടേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ K ശോഭ, MT ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ PM അബ്ദുൽ കലാം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും നൽകി. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. NSS, SPC, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. NSS വളണ്ടിയേഴ്സായ ശിശിര പ്രകാശ്, KR അഭീഷ്മ, K നന്ദന, S കീർത്തന, V അമൃത എന്നിവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തുടി എന്ന നൃത്താവിഷ്കാരം സ്കൂൾ അങ്കണത്തിലും പഞ്ചായത്ത് ഓഫീസിലും അവതരിപ്പിച്ചു. തുടർന്ന് നടത്തിയ ലഹരിവിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ P മനോജ്, NSS പ്രോഗ്രാമിംഗ് ഓഫീസർ സതീദേവി, KK അബൂബക്കർ, M സിന്ധു, അജിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ MP മോഹൻദാസിനെ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു.
കോൽക്കുന്നത്ത് വീട്ടിൽ നടന്ന ചടങ്ങിൽ വേദി കൺവീനർ ബിജുമോൻ പന്തീരുകുലം പൊന്നാടയും പ്രശസ്തി പത്രവും നൽകി. TP ഹരിദാസൻ, K ജയൻ, ചെർപ്പശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മിന്നി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ വരുത്തും. മഞ്ഞളാംകുഴി അലി MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും അങ്ങാടിപ്പുറം സന്ദർശിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി മേൽപ്പാലം വഴി ഞായറാഴ്ച മുതൽ ഗതാഗതം നിരോധിച്ചു. വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ. വാണിയംകുളം 1 വില്ലേജിലെ ഫസലാണ് പിടിയിലായത്. തണ്ടപ്പേർ സർട്ടിഫിക്കറ്റിനായി 500 രൂപ ചോദിച്ചു വാങ്ങി. പട്ടാമ്പി മേഖലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ ഉള്ള ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശത്തെ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. പ്രദേശത്തെ അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ശനിയാഴ്ചയും പ്രസിഡന്റിന് വിട്ടു നൽകിയില്ല. വാഹനത്തിന്റെ താക്കോൽ സൂക്ഷിച്ച ഉദ്യോഗസ്ഥൻ അവധിയിൽ. തിങ്കളാഴ്ച വാഹനം നൽകിയില്ലെങ്കിൽ പ്രതിഷേധമെന്ന് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്. ചെർപ്പശ്ശേരി കൃഷി ഓഫീസിൽ നടന്ന അഴിമതി. നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വമെന്ന CPM ഏരിയ സെക്രട്ടറി. കർഷകരെ വഞ്ചിച്ച് റോഡിലിറങ്ങി നടക്കാമെന്ന കൃഷി ഓഫീസർ കരുതേണ്ടെന്നും ഏരിയ സെക്രട്ടറി. ഒറ്റപ്പാലം നഗരസഭാ ഭരണത്തിനെതിരെ പ്രക്ഷോഭവുമായി മുസ്ലിം ലീഗ്. ഭരണസമിതി സർവ്വമേഖലയിലും പരാജയമാണെന്നാരോപിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി.